അതിജീവിതയെ നോവിച്ച എഫ്ഐആറിന്റെ വാർത്തയിലേക്കാണ്. ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസ് അന്വേഷിക്കാൻ വനിതാ പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു മദ്രാസ് ഹൈക്കോടതി. എഫ്ഐആറിലുണ്ടായ പിഴവുകളും പ്രത്യേക സംഘം അന്വേഷിക്കും. പോലീസ് വീഴ്ചയിൽ മാനസിക പ്രയാസമുണ്ടായതിന് സർക്കാർ പെൺകുട്ടിക്ക് 25 ലക്ഷം രൂപ നൽകാനും കോടതി നിർദ്ദേശിച്ചു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ വസ്തുതാന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് ഇന്നും പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത FIRൽ പെൺകുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെട്ടത് പോലീസിന്റെ വലിയ പിഴവാണ്. കേസിലെ പ്രാഥമിക അന്വേഷണം നടക്കുമ്പോൾ തന്നെ കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടത് എന്തടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു. പെൺകുട്ടിയെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന പല പരാമർശങ്ങളും FIRലുണ്ട്. കേസ് അന്വേഷിക്കാൻ വനിതാ പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ച കോടതി FIRൽ സംഭവിച്ച പോലീസിന്റെ ഓരോ പിഴവും അന്വേഷിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു. പെൺകുട്ടിയുടെ പഠന ചെലവ് ഒഴിവാക്കി നൽകണം. പോലീസിൽ നിന്നുണ്ടായ വീഴ്ചയിൽ മാനസിക പ്രയാസമുണ്ടായതിന് 25 ലക്ഷം രൂപ സർക്കാർ പെൺകുട്ടിക്ക് നൽകണം. പെൺകുട്ടിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ വസ്തുതാന്വേഷണ സമിതി രൂപീകരിച്ചു. സമിതി അംഗങ്ങൾ ഉടൻ ചെന്നൈയിലെത്തി പെൺകുട്ടിയെയും കുടുംബത്തെയും സർവകലാശാല അധികൃതരെയും കാണും. 24 ചെന്നൈ.